അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒരേപോലെ ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഒരു ശരിയായൊരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം 50 വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ്. സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് ഇതാ സംഭവം. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് വേറെ സംശയമില്ലല്ലേ, അദ്ദേഹം തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതാണ് ഒരു കാര്യം. വേറൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു താല്പര്യമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചോദിക്കരുത്. ഇതും കൂടി പറയട്ടെ, ഇത് പറഞ്ഞിട്ട് അടുത്തോളം കൊടുക്കാം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എന്താണോ അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് പെരിയ ഇരട്ട കൊലക്കേസ് സത്യം പറഞ്ഞാൽ CPM അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ ധാരണക്കനുസരിച്ച് നടന്ന ഒന്നല്ല. തികച്ചും യാദൃശ്ചികമായി നടന്ന ഒരു സംഭവമാണ്. തുടർച്ചേണ്ടതിന് ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊലപാതകത്തിലേക്ക് എത്തുക എന്നതൊന്നും ആരും അറിഞ്ഞതല്ല. പക്ഷെ അത് ശരിയായ രീതിയിൽ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് CPIMൻ്റെ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പെരിയ കേസിൽ അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കാൻ ചെയ്യും.